പുനലൂരിലെ കൂത്തനാടിയിലാണ് ശാലിനിയും ഐസക്കും താമസിച്ചിരുന്നത്. ഇവർക്ക് 2 ആൺമക്കളാണുള്ളത്. പ്രണയവിവാഹമായിരുന്നു ഇവരുടേത്. ഒരുപാട് വെല്ലുവിളികൾക്കും പ്രശ്നങ്ങൾക്കും ഒടുവിലാണ് ഐസക്ക് ശാലിനിയെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചത്. ശാലിനി അടുത്തുള്ള ഒരു സ്കൂളിലെ ആയായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഐസക്കിന് ജോലി എന്ന് വെച്ചാൽ റബ്ബർ വെട്ടാണ്. എല്ലാ ദാമ്പത്യത്തിലും ഉള്ള പോലെ തന്നെ അല്ലറ ചില്ലറ വഴക്കുകളും പിന്നീടുള്ള ഇണക്കവും ഒക്കെ ഇവരുടെ കുടുംബത്തിലും ഉണ്ട്. ഐസക്കാണെങ്കിൽ ഒരു സുവിശേഷ പ്രസംഗകന്റെ മകനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇത്തിരി അടുക്കും ചിട്ടയും ഒക്കെ വേണമെന്ന് അയാൾക്ക് നിർബന്ധമുണ്ട്. യാതൊരു ദുശീലങ്ങളും ഇയാൾക്കില്ലതാനും. എന്നാൽ നേരെ തിരിച്ചാണ് ശാലിനിയുടെ കാര്യം. ആ സ്ത്രീക്ക് ഇത്തിരി സ്മാർട്ട്നെസ് കൂടുതലാണ്. എപ്പോഴും ആക്റ്റീവാണ് ശാലിനി. ഇത്തിരി പാർട്ടി പ്രവർത്തനവും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് എപ്പോഴത്തെയും പോലെ തന്നെ ശാലിനിയും ഐസക്കും തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാവുന്നത്. സാധാരണ വഴക്കുണ്ടായാൽ ഐസക്കാണ് അങ്ങോട്ട് ചെന്ന് ഭാര്യയോട് ഒത്തുതീർപ്പിന് പോകുന്നതും പിണക്കം മാറ്റുന്നതും എല്ലാം. എന്നാൽ ഇത്തവണ ഐസക്ക് എത്ര ശ്രമിച്ചിട്ടും ശാലിനി അമ്പിലും വില്ലിലും അടുക്കുന്നില്ല. ഐസക്കിന് ആകെ വിഷമമായി. അപ്പോഴാണ് ഭാര്യയായ ശാലിനി തലേന്ന് രാത്രി അയച്ച ഒരു വീഡിയോ ഐസക്ക് കാണുന്നത്. കൂടെ കിടന്നുറങ്ങിയ ഭാര്യ രാത്രി അയച്ചു കൊടുത്ത വീഡിയോ കണ്ട ആ മനുഷ്യൻ ഞെട്ടിപ്പോയി. പിന്നീട് ഈ വീഡിയോയുടെ പേരും പറഞ്ഞ് ഇവർക്കിടയിൽ വലിയൊരു വഴക്കം ഉണ്ടാവുകയാണ്. ഇതേ തുടർന്ന് ഇവർ തമ്മിൽ നല്ലൊരു അകലമാണ് പിന്നീടുണ്ടായത്. മനസ്സ് മുഴുവൻ ഭാര്യ അയച്ചു കൊടുത്ത വീഡിയോ കണ്ട് കിളിപോയി നടന്ന ഐസക്ക് ഒരു ദിവസം ഉറക്കമില്ലാതെ വെളുപ്പിന് ഭാര്യ അറിയാതെ തൊട്ടടുത്ത ഇരുട്ട് മുറിയിൽ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ആ മുറിയിലിരുന്ന ഐസക്ക് ഒരു കാഴ്ച കാണുന്നത്. അതോടെ അയാൾ ഭ്രാന്തിളകിയ അവസ്ഥയിലായി. എന്താണ് ഐസക്കിന് ഭാര്യ അയച്ചു കൊടുത്ത ആ വീഡിയോയിലുള്ളത്? അയാൾക്ക് ആ വെളുപ്പാങ്കാലം ഭ്രാന്തിളകുന്ന അവസ്ഥയുണ്ടാക്കാൻ കാരണം എന്താണ്? നമുക്ക് ആ ഞെട്ടിക്കുന്ന സംഭവത്തിലേക്ക് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ഐസക്ക് ശാലിനിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, കെട്ടിച്ചു തരണം എന്നാവശ്യപ്പെട്ട് പണ്ട് ശാലിനിയുടെ അമ്മയുടെ അടുത്ത് എത്തിയപ്പോൾ അവർ പറഞ്ഞത്, നിനക്ക് പറ്റിയ കുടുംബമല്ല ഞങ്ങളുടേത്, നിനക്ക് നല്ലൊരു കുടുംബം വേറെ കിട്ടും, നിന്റെ ആഗ്രഹം നീ അങ്ങ് മറന്നേക്കെന്നായിരുന്നു. എന്നാൽ ഐസക്കിന് ശാലിനിയുമായിട്ടുള്ള കല്യാണമാണ് സ്വപ്നം. അങ്ങനെ ശാലിനിയുമായിട്ട് ഐസക്ക് തമിഴ്നാട്ടിലേക്കാണ് ഒളിച്ചോടിയത്. ശാലിനി കാണാനൊക്കെ നല്ല വെളുത്ത സുന്ദരിയൊക്കെയാണ്. അവരുടെ സൗന്ദര്യത്തിലാണ് അയാൾ വീണുപോയത്. കല്യാണം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ കുറേ കാലം ഇവർ താമസിച്ച ശേഷം സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. അപ്പോഴേക്കും ആദ്യത്തെ ആൺകുട്ടിയൊക്കെ ജനിച്ചിരുന്നു. മൂത്ത കുട്ടിയുടെ പേര് ഷെബിൻ. നാട്ടിലെത്തിയ ശേഷം പതിയെ ശാലിനി അമ്മയുമായിട്ട് പിണക്കമൊക്കെ മാറി രമ്യതയിലാവുകയാണ്. ഐസക്കും അയാളുടെ കുടുംബവുമായിട്ടൊക്കെ രമ്യതയിലായി. അമ്മയുടെ വീടിനോട് ചേർന്ന് ശാലിനിയുടെ പ്രയത്നഫലമായിട്ട് തന്നെ പുനലൂര് മുനിസിപ്പാലിറ്റി 3 സെന്റ് സ്ഥലം അവൾക്ക് അനുവദിച്ചു. അവിടെ ശാലിനിയും ഐസക്കും ഒരു ചെറിയ വീടൊക്കെ വെച്ച് താമസമായി. ഇതിനിടയ്ക്ക് സ്കൂളിലെ ആയായിട്ട് ശാലിനിക്ക് ജോലിയും കിട്ടുകയാണ്. പിന്നെ അത്യാവശ്യം പാർട്ടി പ്രവർത്തനത്തിലൊക്കെ ശാലിനി സജീവമായിരുന്നു. DMK വനിതാ വിഭാഗം കൊല്ലം ജില്ലാ സെക്രട്ടറിയുമായി ശാലിനിയുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് തന്നെ, അതായത് ശാലിനിയുടെ മാത്രം അധ്വാനത്തിലാണ് ആ 3 സെന്റിൽ വീട് വെച്ചത്. ഇപ്പോൾ ഇവർക്ക് രണ്ടാമതും ഒരു കുട്ടി ജനിക്കുകയാണ്. ആ കുട്ടിയുടെ പേര് എബിൻ. ഐസക്കും ശാലിനിയും പണ്ട് CPM പാർട്ടി പ്രവർത്തകരായിരുന്നു. പാർട്ടിയുമായിട്ടൊക്കെ ഐസക്ക് ഒരു നാൾ തെറ്റി പിരിയുകയാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം ഭാര്യയോടും ഇനി പാർട്ടിയൊന്നും നമുക്ക് വേണ്ട എന്ന് അയാൾ തീർത്തു പറഞ്ഞു. ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും ശാലിനിക്ക് ഐസക്കിൻ്റെ തെറ്റിപ്പിരിയൽ കാരണം പാർട്ടിയിൽ തുടരാൻ വയ്യാതെയായി. ഒടുവിൽ DMK കേരള ഘടകത്തിൽ ശാലിനിക്ക് ഒരു അവസരം കിട്ടുകയാണ്. അവൾ അതിലേക്ക് മാറി. ഇത് ഐസക്കിനെ ശരിക്കും പറഞ്ഞ് ചൊടിപ്പിച്ചു. പക്ഷേ ശാലിനി ഈ ഒരു തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് മാറിയില്ല. അങ്ങനെ കൊല്ലം വനിതാ വിഭാഗം ജില്ലാ സെക്രട്ടറിയുമായി ശാലിനിയുടെ ഈ രാഷ്ട്രീയത്തിലോട്ടുള്ള ചുവടുമാറ്റം ഐസക്കിന് തീരെ ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നില്ല. അതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവുകയാണ്. ഈ വഴക്കൊക്കെ അയൽപക്കക്കാരും കേൾക്കും. പാർട്ടിക്കാരാണെങ്കിൽ ശാലിനിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്ത് പ്രശ്നമുണ്ടായാലും നിനക്കൊപ്പം ഞങ്ങൾ കാണുമെന്നും. ഇതും ഐസക്കിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ
ആരും ഇവർ തമ്മിലുള്ള വഴക്കുകൾ അത്ര ശ്രദ്ധിക്കുകയോ ഇടപെടുകയോ ചെയ്യുന്നില്ല. ഇപ്പോൾ ശാലിനിയുടെ മൂത്ത മകൻ ഷെബിൻ +2 പഠനമൊക്കെ പൂർത്തിയാക്കി അങ്ങനെ നിൽക്കുകയാണ്. ഇളയ മകൻ എബിനാണെങ്കിൽ 7ാം ക്ലാസ്സിലോട്ടും. ഇക്കാലം കൊണ്ട് ഒരുപാട് സംഭവങ്ങളും മാറ്റങ്ങളും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ഷെബിൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. അവൻ്റെ ചികിത്സയും ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുകയാണ്. ഐസക്കും ശാലിനിയും തമ്മിൽ നിരവധി പ്രശ്നങ്ങൾ ഇതിനിടയിൽ തന്നെ ഉണ്ടായി. ആ വീട്ടിൽ നിന്നും വഴക്കും ബഹളവും നിലവിളിയും ഒക്കെ എല്ലാവരും കേൾക്കും. പക്ഷേ ആരും ഇടപെടില്ല. ശാലിനിയെ ഐസക്കിന് ഒടുക്കത്ത സംശയമാണിപ്പോൾ. ശാലിനി മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്. ആ ഒരു മകൻ്റെ ചികിത്സയും കൂടി ആയതുകൊണ്ട് തന്നെ പൈസയൊന്നും തികയാത്തത് കൊണ്ട് സ്കൂളിലെ ജോലിക്ക് കയറുന്നതിന് മുമ്പായിട്ട് രാവിലെ തന്നെ അവൾ 1-2 വീടുകളിൽ വീട്ടുജോലിക്കും പോകും. ഇതൊന്നും ഐസക്കിന് ഇഷ്ടപ്പെടുന്നില്ല. ഭാര്യ ജോലിക്ക് പോകേണ്ട ആവശ്യമേ ഇല്ലെന്നാണ് ഐസക്ക് പറയുന്നത്. താൻ അധ്വാനിക്കുന്ന പണം കൊണ്ട് തന്നെ മകൻ്റെ ചികിത്സയും വീട്ടുകാര്യവും എല്ലാം നോക്കാൻ പറ്റുമെന്ന് അയാൾ തറപ്പിച്ചു പറഞ്ഞു. പക്ഷേ ശാലിനി സ്വന്തം കാലിൽ നിൽക്കാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ ശാലിനി ജോലിക്ക് പോകുന്ന വീട്ടിലെ ആണുങ്ങളും ഒക്കെ ആയിട്ട് ഐസക്ക് അവളെ കൂട്ടിച്ചേർത്ത് അനാവശ്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അയൽപക്കക്കാരാരെങ്കിലും അവളോട് സംസാരിച്ചാൽ തന്നെ ഐസക്കിന് കലി കയറും. ഇതും പറഞ്ഞ് ആ വീട്ടിൽ എന്നും ഇങ്ങനെ ഓരോ ആണുങ്ങളുടെ പേരും പറഞ്ഞിട്ട് പ്രശ്നങ്ങളാണ്. ഒടുവിൽ ഇതെല്ലാം സഹികെട്ട് അവള് ഇതെൻ്റെ വീടാണ്, ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഐസക്കിനാണെങ്കിൽ ഇതിപ്പരം നാണക്കേട് വേറെയില്ല. അങ്ങനെ ആ ഒരു വഴക്കിൻ്റെ പേരിൽ ഐസക്ക് സ്വന്തം വീട്ടിലേക്ക് പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അയാൾ തന്നെ ഈ വഴക്ക് ഒത്തുതീർപ്പാക്കി പിന്നീട് ഈ വീട്ടിൽ വന്ന് ഭാര്യയ്ക്കൊപ്പം താമസമായി. എന്നാൽ ആ ഒത്തുതീർപ്പിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഇവരുടെ ജീവിതത്തിൽ പിന്നെ അങ്ങോട്ട് സംശയങ്ങളും ചോദ്യം ചെയ്യലും വഴക്കും ഒക്കെ പതിവാവുകയാണ്. ഐസക്കിനാണെങ്കിൽ യാതൊരു ദുശീലങ്ങളും ഇല്ല. പുകവലി, മദ്യപാനം ഒന്നും തന്നെ ഇല്ല. എന്നാലും ഭാര്യയിലുള്ള അയാളുടെ സംശയങ്ങളും അത് ചോദിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളും അയാളെ ഭാര്യയെ തല്ലുന്നതിലും മറ്റുമൊക്കെ കൊണ്ടെത്തിച്ചു. പല തവണ ശാലിനി പുനലൂർ സ്റ്റേഷനിലെത്തിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഭർത്താവിനെതിരെ പരാതിയുമായിട്ട് എത്തുകയാണ്. ഓരോ തവണ പരാതിയുമായി എത്തുമ്പോഴും ശാലിനി എഴുതി കൊടുക്കുന്ന പരാതിയിൽ ആവർത്തിക്കുന്ന മെയിൻ സെൻറ്റൻസ് ഇതൊക്കെയാണ്: എൻ്റെ ഭർത്താവിന് എന്നെ സംശയമാണ്. അയാൾ കാരണം എനിക്ക് എൻ്റെ മക്കൾക്കും ഒരു സ്വൈരവും ഇല്ല. മക്കൾക്ക് സമാധാനമായിട്ട് പഠിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അയാൾ എന്നെ എന്തായാലും കൊല്ലും. എൻ്റെ മരണത്തിന് ഉത്തരവാദി അയാൾ തന്നെയാണ് എന്ന് ശാലിനി എല്ലാ കംപ്ലൈൻറ്റിലും കൊടുക്കുകയാണ്. കുടുംബ വഴക്കായതുകൊണ്ട് തന്നെ പോലീസ് മാക്സിമം കൗൺസിലിങ്ങും ഒക്കെ കൊടുത്ത് ഇത് പ്രശ്നം ഒതുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ശാലിനിയുടെ ഒരു അന്യപുരുഷനുമായിട്ടുള്ള ഒരു വൃത്തികെട്ട വീഡിയോ എങ്ങനെയോ ലീക്കായി. അത് ഐസക്കിൻ്റെ ഫോണിലും കിട്ടി. ഐസക്കിൻ്റെ സംശയങ്ങളെല്ലാം സത്യമായിരുന്നു എന്നതിന് ഇനി എന്ത് തെളിവ്? അയാൾ നേരെ അതുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നത് ശാലിനിയുടെ അമ്മയുടെ മുമ്പിലോട്ടാണ്. ഈ സമയം ശാലിനിയും അവിടെ ഉണ്ട്. ഐസക്കിനോട് ഞാൻ തെറ്റ് ചെയ്തുവെന്നും ഇനി ഈ തെറ്റ് ആവർത്തിക്കില്ല എന്നും അവൾ കരഞ്ഞപേക്ഷിച്ചു. അയാൾക്ക് അത് എന്തോ ഒരു ഭാഗ്യത്തിന് ക്ഷമിക്കാൻ തോന്നുകയാണ്. ആ സംഭവത്തിന് ശേഷം ഇവർ വീണ്ടും നല്ല സ്നേഹത്തോടെ ഒരുമിച്ച് താമസമായി. അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോകുകയാണ്. ഒരു ദിവസം റബ്ബർ വെട്ടാനായിട്ട് വെളുപ്പിന് ഐസക്ക് എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ് അയാൾ നേരെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് അതിൽ ശാലിനി തലേന്ന് രാത്രി എന്തൊക്കെയോ അയച്ചു കൊടുത്തിരിക്കുന്നത് കാണുന്നത്. അയാൾ തിരിഞ്ഞ് ശാലിനിയെ ഒന്ന് നോക്കി. അവൾ നല്ല ഉറക്കമാണ്. അതെന്താണ് എന്ന് ഓപ്പൺ ചെയ്ത് നോക്കി ഐസക്ക് ഞെട്ടിപ്പോയി. ചറ പറന്ന് ഭാര്യ തന്നെ അവളുടെ വൃത്തികെട്ട വീഡിയോസ് ഭർത്താവിന് സെൻഡ് ചെയ്തിരിക്കുകയാണ്. അതും ഒരു പ്രശ്നം കഴിഞ്ഞ് ഇയാളത് ക്ഷമിച്ചിരിക്കുന്ന സമയത്താണ് ഭർത്താവിൻ്റെ ഫോണിലോട്ട് തന്നെ വീണ്ടും ഈ ഒരു വീഡിയോസ് അയച്ചു കൊടുക്കുന്നത്. ഒരു ഭർത്താവിനും ക്ഷമിക്കാൻ പറ്റാത്തൊരു വലിയ തെറ്റാണ് ശാലിനി ചെയ്തത്. ഐസക്കിൻ്റെ സകല നിയന്ത്രണവും പോയി. എന്നിട്ടും അയാൾ ക്ഷമയോടെ നേരെ ഒന്ന് വെളുക്കട്ടെ എന്ന് കരുതി അടുത്ത മുറിയിൽ കയറി ഇരുട്ടത്തിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് തലപോഞ്ഞ് ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ശാലിനി രാവിലെ ജോലിക്ക് പോകാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അടുക്കള പണിക്കായിട്ട് എഴുന്നേൽക്കുന്നത്. അവൾ കരുതിയത് ഇയാൾ റബ്ബർ വെട്ടാൻ പോയി കാണുമെന്നാണ്. ശാലിനി നേരെ അടുക്കളയിലോട്ടല്ല പോകുന്നതിന് മുന്നേ തന്നെ ഈ ഫോണൊക്കെ എടുത്ത് ആർക്കൊക്കെയോ വോയിസ് മെസ്സേജും മറ്റുമൊക്കെ ഇട്ടിങ്ങനെ ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലിങ്ങനെ മുഴുകിയിരിക്കുകയാണ്.
ഇതെല്ലാം ആ മുറിയിലിരുന്ന് ഐസക്ക് കേൾക്കുന്നുണ്ട് ഇവളിടുന്ന വോയിസൊക്കെ. ഇവളിതൊന്നും അറിയുന്നില്ല അയാൾ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അയാൾക്കാണെങ്കിൽ പിന്നെ അവിടെ തന്നെ അങ്ങോട്ട് ഇരിക്കാനും തോന്നിയില്ല. അയാൾ പുറത്തേക്ക് വന്നു. അയാളെ കണ്ട് ശാലിനി ഒന്ന് ഞെട്ടാൻ കാരണം റബ്ബർ വെട്ടാൻ പോയ ഭർത്താവ് അവിടെ ഉള്ളത് കണ്ടാണ് ഞെട്ടിയത്. പക്ഷേ അയാളെല്ലാം കേട്ട് കാണുമോ എന്നൊരു പേടി ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അതിനേക്കാളും വലുതാണ് അവൾ തന്നെ ഭർത്താവിന് സെൻഡ് ചെയ്തിരിക്കുന്നത്. പേടിയുള്ള ഭാര്യ അല്ല എന്ന് ആ പ്രവൃത്തിയിൽ നിന്ന് തന്നെ വ്യക്തം. പിന്നെ അങ്ങോട്ട് വഴക്കിൻ്റെ പൂരമായിരുന്നു. ആ കൊച്ചു വെളുപ്പാങ്കാലത്തെ ഉറങ്ങിക്കിടന്ന ആ 2 കുട്ടികളും ശാലിനിയുടെ അമ്മയും അയൽപക്കക്കാരും എല്ലാം ആ വഴക്കിന് സാക്ഷിയാവുകയാണ്. ശരിക്കു പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള അന്നത്തെ വഴക്കിൻ്റെ കാരണം കൃത്യമായിട്ട് തന്നെ എല്ലാവർക്കും മനസ്സിലായി. ഒടുവിൽ ഐസക്ക് പിണങ്ങി സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. സ്വന്തം വീട്ടിൽ ചെന്നിട്ടും അവിടെ ഉള്ളവർക്കെല്ലാം അയാൾ ഈ വീഡിയോസ് കാണിച്ചു കൊടുത്തു. ആർക്കും അയാളെ കുറ്റം പറയാനും പറ്റത്തില്ല. കാരണം അമ്മാതിരി വീഡിയോസാണ് ഭർത്താവിൻ്റെ ഫോണിൽ കുറേ സെൻഡ് ചെയ്തിട്ടിരിക്കുന്നത് ശാലിനി. ഇതിൽ വഴക്ക് മൂത്തപ്പോൾ ആ സമയത്ത്, അതായത് ഇയാൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ആ വെളുപ്പാങ്കാലത്ത് വഴക്കിട്ട സമയത്ത് ശാലിനി ഭർത്താവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് തോന്നും പോലെ ഞാൻ ജീവിക്കും, തോന്നുമ്പോഴൊക്കെ ഞാൻ കയറി വരും, തോന്നുമ്പോഴൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും, നിങ്ങൾ ഇതും കണ്ട് ഇവിടെ തുടരണമെന്നില്ല എന്നായിരുന്നു. ഇപ്പോൾ എന്തായാലും 2 പേരും 2 വീട്ടിലായി. ഐസക്ക് കുറച്ച് ദിവസത്തിന് ശേഷം മക്കളെ കാണാതെ പറ്റില്ല എന്നും പറഞ്ഞ് വീണ്ടും ഈ വീട്ടിലേക്ക് തന്നെ പോരുകയാണ്. പക്ഷെ ശാലിനി അയാളുള്ള വീട്ടിൽ രാത്രി കിടക്കില്ല എന്ന തീരുമാനത്തിൽ സന്ധ്യയാകുമ്പോൾ തന്നെ അടുത്ത് താമസിക്കുന്ന അമ്മയുടെ വീട്ടിലേക്ക് പോകും. അവിടെ അമ്മയ്ക്കൊപ്പമാണ് ശാലിനി ഉറങ്ങുന്നത്. ഐസക്കും മക്കളും ആണെങ്കിൽ ഈ വീട്ടിൽ. ശാലിനിക്കിപ്പോൾ ഐസക്ക് എന്ന ഒരു വ്യക്തിയെ മൈൻഡേ ഇല്ല. പക്ഷെ അയാൾക്ക് ഊണും ഉറക്കവും ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ഒന്നാമത് കണ്ണടച്ചാൽ ഭാര്യയുടെ കാണാൻ പാടില്ലാത്ത വീഡിയോസ്, 2 ശാലിനിയുടെ തോന്നിയ പോലത്തെ ഇപ്പോഴത്തെ ജീവിതം, ഇത് രണ്ടും അയാളെ ദിവസങ്ങൾ ചെല്ലുന്തോറും ഭ്രാന്തനാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2025 സെപ്റ്റംബർ 22, അതൊരു തിങ്കളാഴ്ചയാണ്. ശാലിനി അമ്മ വീട്ടിൽ നിന്നും പതിവ് പോലെ വെളുപ്പിന് ഇപ്പുറത്തെ വീട്ടിലേക്ക് അടുക്കള പണിക്കൊക്കെ ആയിട്ട് വരികയാണ്. ഈ സമയം ഐസക്ക് റബ്ബർ വെട്ടാൻ ഒന്നും പോകാതെ ഉണർന്ന് അപ്പുറത്തെ മുറിയിൽ കിടപ്പുണ്ട്. ചോറൊക്കെ അടുപ്പിലിട്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ ഒതുക്കിയ ശേഷം ശാലിനി കുളിക്കാനായിട്ട് വെളിയിലത്തെ ബാത്റൂമിലേക്ക് നടക്കുകയാണ്. അപ്പോൾ രാവിലെ സമയം 6:30. ബാത്റൂമിലേക്ക് കയറാനായിട്ട് തിരിഞ്ഞപ്പോഴാണ് ശാലിനി കാണുന്നത് മുറ്റത്ത് ഐസക്ക് നിൽക്കുന്നു. അയാളുടെ കയ്യിലാണെങ്കിൽ മൂർച്ചയേറിയ റബ്ബർ വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തിയും ഉണ്ട്. നിൽപ്പത്ര പന്തിയല്ലെന്ന് ശാലിനിക്ക് മനസ്സിലായി. അതോടെ ശാലിനി മൂത്ത മകനായ ഷെബിനെ ഉറക്കെ വിളിക്കുകയാണ്. അവൻ്റെ പേരും പറഞ്ഞ് വിളിക്കുകയാണ്, ഷെബിനെ ഷെബിനെ എന്നും. അവൻ ആ വിളിയും കേട്ട് എന്തമ്മേ എന്നും പറഞ്ഞ് ഓടി എത്തിയപ്പോൾ കാണുന്നത് അമ്മയുടെ നെഞ്ചത്തും വയറ്റിലും തുരുതുരാ കുത്തുന്ന അച്ഛനെയാണ്. സുഖമില്ലാതിരുന്ന ആ ചെറിയ പയ്യന് അച്ഛനെ പിടിച്ചു മാറ്റാനുള്ള ശക്തിയുമില്ല. ഇത്രയും കുത്തും കൊണ്ട് ശാലിനി തറയിൽ വീണിട്ടും അവിടെ കിടന്ന് ഇഴഞ്ഞു നീങ്ങുകയാണ്. ഐസക്ക് ഉടനെ ചെയ്തത് എന്തെന്നാൽ അവളുടെ തൊണ്ടയുടെ നടുക്ക് ഭാഗത്തായിട്ട് ആ കത്തി കുത്തിയിറക്കി. അതോടെ രക്തം ചീറ്റാൻ തുടങ്ങി. തക്ഷണം കൊണ്ട് തന്നെ ശാലിനി മരിച്ചു. ഷെബിൻ്റെ നിലവിളി കേട്ട് ആൾക്കാരൊക്കെ ഓടിക്കൂടിയതും ഐസക്ക് അവിടെ നിന്ന് ഓടി അടുത്തുള്ളൊരു റബ്ബർ തോട്ടത്തിലേക്ക് കയറി. ശാലിനി മരിച്ചെന്നറിയാതെ ആൾക്കാർ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടോടി. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കുറച്ച് നേരമായി മരിച്ചിട്ടെന്ന് ഡോക്ടർ പറഞ്ഞു. റബ്ബർ തോട്ടത്തിൽ കയറിയ ഐസക്ക് 1 മണിക്കൂറിന് ശേഷം ഫേസ്ബുക്കിൽ കുറച്ച് നേരം നീളുന്ന ഒരു വീഡിയോ അയാൾ പോസ്റ്റ് ചെയ്തു. അതിൽ അയാൾ താൻ ഭാര്യയെ കൊന്നുവെന്നും ഉണ്ടാക്കിയ മുതലെല്ലാം അവൾ നശിപ്പിച്ച് കളഞ്ഞു, ക്യാൻസർ ബാധിച്ച മകൻ്റെ ആരോഗ്യം പോലും അവൾ വകവച്ചില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങി. ഞാൻ പറഞ്ഞതൊന്നും അവൾ കേൾക്കില്ല, ഇങ്ങനെയുള്ളവളൊന്നും ജീവിച്ചിരിക്കാനേ പാടില്ല, ഭർത്താവിനെ ചതിക്കുന്ന ഒരുത്തികളും ജീവിച്ചിരിക്കാൻ പാടില്ല എന്നും പറഞ്ഞും കൊണ്ട് അയാൾ ഒരു ലൈവ് വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അതിനുശേഷം അയാൾ തന്നെ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ എത്തി സ്വന്തമായിട്ട് കീഴടങ്ങുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.